എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ +1 വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഫസ്റ്റ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിനായിട്ടുള്ള അപേക്ഷകൾ നാളെ അവസാനിക്കും. അപ്പോൾ ഇതുവരെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ കോഴ്സ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിന് അപേക്ഷ സമർപ്പിക്കാൻ പറ്റാതിരുന്ന വിദ്യാർത്ഥികൾ നാളെ വൈകുന്നേരത്തിന് മുമ്പായിട്ട് തന്നെ നിങ്ങളുടെ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതാണ്. അപ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ അപേക്ഷ എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിച്ചാൽ, ഒന്ന് ഓൺലൈനായിട്ട് നിങ്ങൾ ആപ്ലിക്കേഷൻ കൊടുക്കുക. അപ്പോൾ ആപ്ലിക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പ്രിൻ്റ് ഔട്ട് കിട്ടും. പ്രിൻ്റ് ഔട്ട് കിട്ടിയാൽ ആ ഒരു പ്രിൻ്റ് ഔട്ടിൽ നിങ്ങളും നിങ്ങളുടെ പേരൻറ്റും സിഗ്നേച്ചർ ഇടണം. അപ്പോൾ അതിനുശേഷം ആ ഒരു പ്രിൻ്റ് ഔട്ട് എടുത്ത് നിങ്ങളുടെ സ്കൂളിലെ, അതായത് നിങ്ങൾ ഏത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി, അത് VHSE സ്കൂളിലേക്കാണോ അഡ്മിഷൻ നേടിയത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിന് നിങ്ങളുടെ ആ ഒരു ആപ്ലിക്കേഷൻ്റെ പ്രിൻ്റ് ഔട്ട് കൊടുക്കണം. ഇതാണ് ഈ ഒരു ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ്റെ VHSEയിലെ ആ ഒരു സ്റ്റെപ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു VHSEയിലെ ആ ഒരു ട്രാൻസ്ഫറിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാമെന്ന് നോക്കാം. ആദ്യം തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പോൾ ആർക്കാണ് ഇതിന് അപേക്ഷിക്കാൻ പറ്റുക എന്ന് ചോദിച്ചാൽ, VHSEയിൽ, അതായത് VHSEയിൽ അഡ്മിഷൻ നേടിയിട്ടുള്ള, അതായത് VHSEയിലെ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റുകൾക്ക് ശേഷം പെർമനൻറ്റ് അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് മാത്രമാണ് ഈ ഒരു VHSEയുടെ ട്രാൻസ്ഫറിനായിട്ട് അപേക്ഷിക്കാൻ പറ്റുക. നിങ്ങൾക്ക് VHSEയിൽ നിന്ന് VHSEയിലേക്ക് മാത്രമാണ് ഈ ഒരു ട്രാൻസ്ഫർ ഉണ്ടായിരിക്കുക. അതായത് VHSEയിൽ നിന്ന് VHSEയിലേക്ക് മാത്രമാണ് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടാവുള്ളൂ, അല്ലാതെ HSEയിലേക്ക് ട്രാൻസ്ഫർ ഉണ്ടാവില്ല. HSEയിലേക്ക് നിങ്ങൾ മാറണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഹയർ സെക്കൻഡറിയുടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റിന് അപേക്ഷിക്കുക. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ VHSEയിൽ നിന്ന് മറ്റൊരു VHSEയിലെ സ്കൂളിലേക്കോ അല്ലെങ്കിൽ നിലവിലെ VHSEയിൽ നിന്ന് മറ്റൊരു കോഴ്സിലേക്കോ, അത് നിലവിലെ സ്കൂളിൽ ഒരു VHSE കോഴ്സ് കിട്ടി എന്നാൽ നിങ്ങൾക്ക് മറ്റൊരു കോഴ്സിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് മാറാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, ചില വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയിലെ സയൻസിലേക്ക് മാറാനായിട്ടായിരിക്കും ആഗ്രഹം. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത് ആദ്യം തന്നെ ഇവിടെ കോഴ്സ് ലിസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. കോഴ്സ് ലിസ്റ്റ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോഴ്സുകളുടെ ലിസ്റ്റ് ഇവിടെ വരുന്നതാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഫിസിക്സ്, കെമിസ്ട്രി, അതുപോലെ തന്നെ ബയോളജി വരുന്ന സബ്ജക്റ്റ് നോക്കുക. അപ്പോൾ അത് ബയോളജി സയൻസ് ആണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉള്ള സബ്ജക്റ്റ് നിങ്ങൾക്ക് നിങ്ങൾ ഉദ്ദേശിക്കുന്ന, അതായത് നിങ്ങൾ നിലവിൽ ഇപ്പോൾ അഡ്മിഷൻ നേടിയ സ്കൂളിൽ ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവിടെ അഡ്മിഷൻ അതായത് ആ ഒരു കോഴ്സുകളിലേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷനുകൾ കൊടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് വരുന്നതാണെങ്കിൽ അത് സാധാരണ കമ്പ്യൂട്ടർ സയൻസ് പോലെ തന്നെയുള്ള ഒരു സയൻസാണ്. അപ്പോൾ അതിൽ നിങ്ങൾക്ക് ഈ ഒരു ബയോളജി ഉള്ളത് എന്തുകൊണ്ടാണ് പറയാൻ കാരണം എന്ന് പറയുമ്പോൾ, ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉള്ള സബ്ജക്റ്റാണ് നിങ്ങൾ എടുക്കുന്നതെങ്കിൽ അതോടൊപ്പം നിങ്ങൾക്ക് അഡീഷണൽ ആയിട്ട് മാത്സ് പഠിച്ചാൽ +2ൻ്റെ ബയോളജി സയൻസിന് ഈക്വൽ ആവും. അപ്പോൾ അതുകൊണ്ടാണ് ഇത് ഞാൻ ബയോളജി സയൻസിൻ്റെ കാര്യം പ്രത്യേകം പറയുന്നത്. അപ്പോൾ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ഏത് കോഴ്സുകളിലേക്കാണ് അപേക്ഷിക്കേണ്ടത് ആ ഒരു കാര്യങ്ങൾ നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഇപ്പോൾ ബയോളജി സയൻസ് ആണെങ്കിൽ അതിൽ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉള്ളതാണെങ്കിൽ അതിനോടൊപ്പം നിങ്ങൾക്ക് സ്കോൾ കേരളയുടെ അഡീഷണൽ മാത്സ് സ്കൂളിൽ നിന്ന് പഠിക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഏകദേശം +2ൻ്റെ ബയോളജി സയൻസിന് ഈക്വൽ ആയിട്ടുള്ള ഒരു കോഴ്സായിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ആ ഒരു വൊക്കേഷണൽ ഹയർ സെക്കൻഡറിയുടെ ഈ ഒരു ഗ്രൂപ്പ് B കോഴ്സ് മാറ്റാൻ പറ്റും. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇവിടെ വേക്കൻസി ലിസ്റ്റ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അപ്പോൾ നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സെലക്ട് ഡിസ്ട്രിക്ട് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. നിങ്ങൾക്ക് ഏത് ജില്ലയിലെ സ്കൂളിലേക്ക് വേണമെങ്കിലും അപേക്ഷിക്കാം. ഇപ്പോൾ ഞാനിപ്പോൾ തിരുവനന്തപുരം ജില്ലയിലും പത്തനംതിട്ട ജില്ലയിലുമാണ് ഞാൻ അപേക്ഷിക്കാൻ ഉദ്ദേശിക്കുന്നതെങ്കിൽ ആദ്യം ജില്ല സെലക്ട് ചെയ്ത് കൊടുക്കുന്നു. തിരുവനന്തപുരം ജില്ല സെലക്ട് ചെയ്യുന്നു. അപ്പോൾ അതിൽ എനിക്ക് ഏതൊക്കെ സ്കൂളിലാണ് പോകാനായിട്ട് പറ്റുക, ആ ഒരു സ്കൂളിൻ്റെ ആ ഒരു ഏത് സ്കൂളിലേക്കാണോ എൻ്റെ വീടിൻ്റെ അടുത്തുനിന്ന് എനിക്ക് പോയിട്ട് വരാൻ പറ്റുന്നത്, അപ്പോൾ ആ ഒരു സ്കൂളിൻ്റെ കോഡ് ഞാൻ നോക്കുന്നു. അതുപോലെ ഏത് കോഴ്സിലേക്കാണ് നേരത്തെ പറഞ്ഞതുപോലെ ഫിസിക്സ്, കെമിസ്ട്രി, ബയോളജി ഉള്ള സബ്ജക്റ്റ് ഏതൊക്കെയാണ്, എനിക്ക് ബയോളജി സയൻസ് പഠിക്കാൻ ആഗ്രഹിക്കുന്നതുകൊണ്ടാണ് ഞാൻ ആ ഒരു രീതിയിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ പഠിക്കാൻ താല്പര്യം അതിനനുസരിച്ചാണ് നിങ്ങൾ ആ ഒരു കോഴ്സ് ഏതാണ് പഠിക്കേണ്ടതെന്ന കാര്യം നോക്കേണ്ടത്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സാണ്, ഏതൊക്കെ സ്കൂളുകളാണ് വേണ്ടത് എന്നുള്ളതനുസരിച്ച് നിങ്ങൾ ഒരു പേപ്പറിൽ ആ ഒരു സ്കൂളിൻ്റെ കോഡും അതുപോലെ തന്നെ സ്കൂളിൻ്റെ പേരും എഴുതുക. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്, ചിലത് കുറച്ച് കട്ടി ഒരു ഗ്രേ കളറിൽ കൊടുത്തത് കാണാൻ പറ്റും, ചിലത് ജസ്റ്റ് ഒരു വൈറ്റ് പോലുള്ള ഒരു കളറിൽ കൊടുത്തത് കാണാൻ പറ്റും. അപ്പോൾ ഇത് എന്താണെന്ന് ചോദിച്ചാൽ അത് ഓരോ സ്കൂളാണ്. അപ്പോൾ ഓരോ സ്കൂൾ ഏതാണ്, ആ ഒരു സ്കൂളിലുള്ള കോഴ്സുകൾ ഏതാണെന്ന് സെപ്പറേറ്റ് തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ആ ഒരു രീതിയിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇവിടെ ചെയ്യേണ്ടത്, ഇവിടെ ചില സ്കൂളിൽ 0 വേക്കൻസി ഇവിടെ കാണാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് 0 വേക്കൻസി ഉള്ള ആ ഒരു സീറ്റാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളതെങ്കിൽ ആ ഒരു സീറ്റിലേക്ക് കൂടി നിങ്ങൾക്ക് ഓപ്ഷനുകൾ വെക്കാവുന്നതാണ്. കാരണം പല വിദ്യാർത്ഥികളും ട്രാൻസ്ഫർ വഴി ആ ഒരു കോഴ്സിൽ നിന്നും മാറുകയാണെങ്കിൽ അവിടെ വേക്കൻസി വരും. അപ്പോൾ അങ്ങനെ വേക്കൻസി വരുന്ന സാഹചര്യത്തിൽ നിങ്ങൾക്ക് അതിലേക്ക് അഡ്മിഷൻ കിട്ടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സാണോ താല്പര്യം അതിനനുസരിച്ച് നിങ്ങൾ അതിൻ്റെ ഒരു ലിസ്റ്റ് തയ്യാറാക്കി വയ്ക്കുക. എനിക്കിപ്പോൾ ഇനി പത്തനംതിട്ട ജില്ലയിലേക്ക് കൂടി ഞാൻ അപേക്ഷിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു പത്തനംതിട്ട കൂടി സെലക്ട് ചെയ്യുന്നു. ഗെറ്റ് ഡാറ്റ എന്നുള്ള ക്ലിക്ക് ചെയ്യുന്നു. അതിനുശേഷം ഇവിടെയുള്ള ആ ഒരു ജില്ലയിലെ സ്കൂൾ ഏതൊക്കെയാണ്, എനിക്ക് വേണ്ട സ്കൂൾ ഏതൊക്കെയാണ്, അവിടെയുള്ള ഏതൊക്കെ സീറ്റിലാണ് വേക്കൻസി ഉള്ളത് അതൊക്കെ കൃത്യമായിട്ട് ഞാൻ നോക്കുന്നു. അതിനുശേഷം എനിക്ക് ബയോളജി സയൻസ് പഠിക്കാൻ താല്പര്യമുള്ളത് കൊണ്ട് ആ ഒരു കോഴ്സിൻ്റെ ആ ഒരു ലിസ്റ്റ് ഞാൻ ആദ്യമേ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ലിസ്റ്റിലുള്ള കോഴ്സുകളാണോ എന്ന് നോക്കിയിട്ട് എനിക്ക് പോകാൻ സാധിക്കുന്ന സ്കൂളാണോ എന്ന് നോക്കി ഞാൻ ഓപ്ഷൻ വെക്കുന്നു. അത് ആ ഒരു പേപ്പറിൽ അതിൻ്റെ ആ ഒരു സ്കൂളിൻ്റെ കോഡ് എഴുതുന്നു, സ്കൂളിൻ്റെ പേര് എഴുതുന്നു, അതുപോലെ ആ ഒരു കോഴ്സിൻ്റെ പേരും കൃത്യമായിട്ട് ഞാൻ എഴുതി വെക്കുന്നു. അപ്പോൾ അതിനുശേഷം ചെയ്യേണ്ടത് ഇത്രമാത്രമാണ്. ഇവിടെ ഈ ഒരു ഹോം പേജിൽ, അത് vhscap.kerala.gov.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഇവിടെ നിങ്ങൾക്ക് ക്യാൻഡിൽ ലോഗിൻ ഫോർ
ട്രാൻസ്ഫർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ നിങ്ങൾക്ക് യൂസർ നെയിം എന്ന് പറഞ്ഞുകൊണ്ട് കാണാം, അതുപോലെ പാസ്വേഡ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ യൂസർ നെയിം എന്ന് പറയുന്നത് നിങ്ങൾ ഈ ഒരു VHSCയുടെ അപേക്ഷ കൊടുത്ത സമയത്ത് കൊടുത്ത മൊബൈൽ നമ്പറാണ്. അതുപോലെ നിങ്ങളുടെ പാസ്വേഡ് കൊടുക്കുക. അതുപോലെ തന്നെ ഇവിടെ കുറച്ച് ഇംഗ്ലീഷ് അക്ഷരം കാണാം, അതുകൂടി നിങ്ങൾ കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്കത് മനസ്സിലാവുന്നില്ലെങ്കിൽ ഇവിടെ റിന്യൂ ബട്ടൺ ഉണ്ട്, അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു ഇംഗ്ലീഷ് അക്ഷരങ്ങൾ ചേഞ്ച് ആയിട്ട് വരുന്നതായിരിക്കും. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ടത്, നിങ്ങൾക്ക് ലോഗിൻ ബട്ടൺ കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക, ലോഗിൻ ചെയ്യുക. നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ്റെ, അതായത് ഈ ഒരു നിങ്ങൾക്ക് പാസ്വേഡ് മറന്നു പോയിട്ടുണ്ടെങ്കിൽ ഫോർഗോട്ട് പാസ്വേഡ് ഓപ്ഷൻ്റെ അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ മൊബൈൽ നമ്പർ രജിസ്ട്രേഷൻ ചെയ്യുമ്പോൾ നൽകിയ മൊബൈൽ നമ്പർ കൊടുക്കുക. അതുപോലെ ഇവിടെ നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ ഇംഗ്ലീഷ് അക്ഷരം കാണാം, അത് കൃത്യമായിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അത് മനസ്സിലാവുന്നില്ലെങ്കിൽ റിന്യൂ ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അപ്പോൾ അത് ചേഞ്ച് ആവും. അതിനുശേഷം വാലിഡേറ്റിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന സെൻഡ് OTP ഓപ്ഷൻ ഉണ്ടാകും, അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP നൽകുക. അതിനുശേഷം ആ ഒരു OTP നൽകി സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിന്നീട് നിങ്ങൾക്ക് പുതിയ പാസ്വേഡ് നൽകി നിങ്ങളുടെ പാസ്വേഡ് റീസെറ്റ് ചെയ്യാവുന്നതാണ്. ഇനി നിങ്ങൾക്ക് ഈ ഒരു പേജിലേക്ക് വീണ്ടും വരിക, ലോഗിൻ ചെയ്യാനുള്ള പേജിലേക്ക് വീണ്ടും വരിക. അതിനുശേഷം നിങ്ങൾക്ക് ഇവിടെ നിങ്ങളുടെ ആ ഒരു യൂസർ നെയിമായിട്ടുള്ള മൊബൈൽ നമ്പറും പാസ്വേഡും അതുപോലെ തന്നെ അവിടെയുള്ള ഇംഗ്ലീഷ് അക്ഷരം കൊടുത്ത ശേഷം, അതായത് ഇവിടെ ഇംഗ്ലീഷ് അക്ഷരം എന്ന് പറയുന്നത് ഇതാണ്, അതായത് ഇവിടെ ചിത്രത്തിലുള്ള ഒരു ഇംഗ്ലീഷ് അക്ഷരങ്ങളാണ്, അത് കൃത്യമായിട്ട് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ലോഗിൻ ചെയ്യുക. ലോഗിൻ ചെയ്യുന്ന സമയത്ത് നിങ്ങളോട് സെൻഡ് OTP ഓപ്ഷൻ ചോദിക്കും, അതിൽ ക്ലിക്ക് ചെയ്യുക. നിങ്ങളുടെ ഫോണിലേക്ക് ഒരു OTP വരും, ആ ഒരു OTP നൽകുക, സബ്മിറ്റ് ചെയ്യുക. സബ്മിറ്റ് ചെയ്യുന്നതോടുകൂടി നിങ്ങളുടെ പ്രൊഫൈൽ പേജിലേക്ക് പോകുന്നതാണ്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഈ ഒരു അപ്ലൈ ഫോർ ട്രാൻസ്ഫർ എന്നുള്ള ലിങ്ക് കാണാം, അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം നേരത്തെ തയ്യാറാക്കിയ ആ ലിസ്റ്റ് പ്രകാരം നിങ്ങൾക്ക് ഏത് സ്കൂളിലേക്കാണ് വേണ്ടത് ആ സ്കൂളിൻ്റെ കോഡ് കൊടുക്കുക. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കലി വരും. അതുപോലെ തന്നെ സ്കൂൾ സെലക്ട് ചെയ്ത് കൊടുക്കാനുള്ള ഓപ്ഷനും ഉണ്ടാവും. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം പിന്നീട് ഏത് കോഴ്സിലേക്കാണ് നിങ്ങൾക്ക് ട്രാൻസ്ഫർ ആഗ്രഹിക്കുന്നത് ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. സെലക്ട് ചെയ്ത് കൊടുത്ത ശേഷം വിദ്യാർത്ഥികൾക്ക് പിന്നീട് ആഡ് ഓപ്ഷൻ ഉണ്ടാകും, അതിൽ ക്ലിക്ക് ചെയ്ത് ആഡ് ചെയ്യുക. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് എത്ര ഓപ്ഷൻ വേണമെങ്കിലും ആഡ് ചെയ്യാവുന്നതാണ്. അത് നിങ്ങളുടെ ഇഷ്ടമാണ് എത്ര ഓപ്ഷൻ ആഡ് ചെയ്യണമെന്നുള്ളത്. നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ നിർബന്ധമായിട്ട് മാറേണ്ടി വരും എന്നുള്ളത് മാത്രം നിങ്ങൾ ശ്രദ്ധിക്കുക. അതുകൊണ്ട് തന്നെ അലോട്ട്മെൻറ്റ് കിട്ടിയാൽ പഠിക്കാൻ താല്പര്യമുള്ള കോഴ്സും അതുപോലെ പഠിക്കാൻ താല്പര്യമുള്ള സ്കൂളും തന്നെയാണ് ഓപ്ഷനായിട്ട് വെക്കുന്നത് എന്നുള്ള കാര്യം കൃത്യമായിട്ട് ഉറപ്പുവരുത്തുക. നിങ്ങൾക്ക് അടുത്തതായിട്ട് മറ്റൊരു സ്കൂൾ വേണമെങ്കിൽ മറ്റൊരു സ്കൂളിൻ്റെ ആ ഒരു കോഡ് കൊടുക്കുക, അതുപോലെ അല്ലെങ്കിൽ സ്കൂൾ സെലക്ട് ചെയ്ത് കൊടുക്കുക, കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക, ആഡ് ചെയ്യുക. ഈ രീതിയിൽ നിങ്ങൾക്ക് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ അത് താഴെ ലിസ്റ്റഡ് ആയിട്ട് നിങ്ങൾ വെച്ചിട്ടുള്ള ആ ഒരു സ്കൂൾ കോഴ്സ് എന്നിവ അവിടെ ലിസ്റ്റഡ് ആയിട്ട് വരും. ഓരോ ഓപ്ഷൻ്റെ നേരെയും ഇതേ രീതിയിൽ നിങ്ങൾക്ക് ഡിലീറ്റ് ബട്ടൺ ഉണ്ടാകും, അതുപോലെ എഡിറ്റ് ഓപ്ഷൻ ഉണ്ടാകും. അത് എഡിറ്റ് ചെയ്യണമെങ്കിൽ എഡിറ്റ് ചെയ്യാം, അതുപോലെ ആ ഒരു ഓപ്ഷൻ ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം വീണ്ടും ആഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് അതിനെ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതുമാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണ്ട എല്ലാ സ്കൂളും കോഴ്സും കൊടുത്തു എന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രം താഴെ ഒരു ഡിക്ലറേഷൻ ബട്ടൺ ഉണ്ടാകും, അത് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത ശേഷം ഫൈനൽ കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഫൈനൽ കൺഫർമേഷൻ ക്ലിക്ക് ചെയ്യുമ്പോഴായിട്ട് എന്തെങ്കിലും എഡിറ്റ് ഓപ്ഷനിൽ ചെയ്യേണ്ടതുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വീണ്ടും ചെയ്യുക. അതിനുശേഷം മാത്രം ഡിക്ലറേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൺഫേം ചെയ്യുക. കൺഫർമേഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് യാതൊരു കാരണവശാലും ആപ്ലിക്കേഷൻ എഡിറ്റ് ചെയ്യാനോ ക്യാൻസൽ ചെയ്യാനോ ഡിലീറ്റ് ചെയ്യാനോ പറ്റുന്നതല്ല. അതുകൊണ്ട് തന്നെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യും മുമ്പായിട്ട് നിങ്ങൾ കൃത്യമായിട്ട് എന്തെങ്കിലും എഡിറ്റോ മറ്റോ ചെയ്യേണ്ടതുണ്ടോ എന്നുള്ള കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുക. അപ്പോൾ അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത്, വിദ്യാർത്ഥികൾ നിങ്ങൾക്ക് ആപ്ലിക്കേഷൻ്റെ ആ ട്രാൻസ്ഫർ ആപ്ലിക്കേഷൻ്റെ ഒരു പ്രിൻ്റ് ഔട്ട് കിട്ടും. അപ്പോൾ ആ ഒരു പ്രിൻ്റ് ഔട്ട് എടുക്കുക. പ്രിൻ്റ് ഔട്ട് എടുത്ത ശേഷം നിങ്ങൾ ഏത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണോ നിങ്ങൾ നിലവിൽ അഡ്മിഷൻ നേടിയിട്ടുള്ളത് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിനെ നിങ്ങൾ ഈ ഒരു ആപ്ലിക്കേഷൻ ഫോമിൽ നിങ്ങളും നിങ്ങളുടെ രക്ഷിതാവും അതിൽ ഒപ്പിട്ട ശേഷം, അതായത് പ്രിൻ്റ് ഔട്ടിൽ ഒപ്പിടാനുള്ള ഭാഗമുണ്ടാവും. അപ്പോൾ കൃത്യമായിട്ട് അവിടെ നിങ്ങളുടെ സിഗ്നേച്ചർ ഇടുക. സിഗ്നേച്ചർ ഇട്ട ശേഷം നിങ്ങൾക്ക് ആ ഒരു അപേക്ഷ നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പാളിന് കൊടുക്കാവുന്നതാണ്. പ്രിൻസിപ്പാൾ നിങ്ങളുടെ അപേക്ഷ വെരിഫൈ ചെയ്യുന്നതോടുകൂടി ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റിൻ്റെ ആപ്ലിക്കേഷനിലേക്ക് നിങ്ങളുടെ അപേക്ഷയും പരിഗണിക്കും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ കിട്ടിയിട്ടുള്ള കോഴ്സിലേക്ക് നിങ്ങൾക്ക് മാറാവുന്നതാണ്. നിങ്ങൾക്ക് ഈ ഒരു ലോഗിൻ ചെയ്യാനുള്ള പേജിലും ഇവിടെ വേക്കൻസി കൊടുത്തിട്ടുണ്ട്. വ്യൂ വേക്കൻസിയിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ നിങ്ങൾക്ക് ആ ഒരു വേക്കൻസിയുടെ പേജിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ ഈ രീതിയിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് വേക്കൻസി മനസ്സിലാക്കാൻ ഈ ഒരു ലോഗിൻ പേജിലും കൃത്യമായിട്ട് ആ ഒരു വേക്കൻസിയുടെ ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുവഴി നിങ്ങൾക്ക് ജില്ല സെലക്ട് ചെയ്ത് ഗെറ്റ് ഡാറ്റയിൽ ക്ലിക്ക് ചെയ്ത് വേക്കൻസി നോക്കാവുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയാലാണ്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് നിങ്ങൾക്ക് കിട്ടുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് ഇവിടെ നിന്ന് ഇവിടേക്ക് നിങ്ങൾക്ക് ട്രാൻസ്ഫർ കിട്ടി, അതായത് ഇപ്പോൾ സെയിം സ്കൂളിൽ തന്നെ മറ്റൊരു കോഴ്സിലേക്കാണ് മാറുന്നത്. ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടിയിട്ടില്ല എങ്കിൽ നിലവിലെ സീറ്റിൽ തുടരാൻ സാധിക്കും. എന്നാൽ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ ഇവിടെ ആയിരിക്കും അഡ്മിഷൻ ഉണ്ടാവുക, ഇവിടുത്തെ സീറ്റ് അവിടെ പോകുന്നതായിരിക്കും. ഇനിയിപ്പോൾ നിങ്ങൾ മറ്റൊരു സ്കൂളിലേക്കാണ് നിങ്ങൾ ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ മറ്റൊരു സ്കൂളിലേക്ക് മറ്റൊരു കോഴ്സിലേക്കൊക്കെയാണ് നിങ്ങൾ ട്രാൻസ്ഫർ വെച്ചത്. എന്നാൽ ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് നിലവിലെ സീറ്റിൽ തന്നെ തുടരാൻ പറ്റും. എന്നാൽ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് പുതുതായിട്ട് കിട്ടിയ ആ ഒരു സീറ്റിലായിരിക്കും നിങ്ങളുടെ അഡ്മിഷൻ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇത്രമാത്രമാണുള്ളൂ. അതായത് ട്രാൻസ്ഫർ കിട്ടിയിട്ടുണ്ടെങ്കിലേ നിങ്ങൾക്ക് നിലവിലെ സീറ്റ് പോവുള്ളൂ.
അതുപോലെ തന്നെ ട്രാൻസ്ഫർ കിട്ടിക്കഴിഞ്ഞാൽ അത് വേണ്ട എന്ന് വെക്കാനായിട്ട് സാധിക്കുന്നതുമല്ല. ആ ഒരു കാര്യം കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക. അതായത് നിങ്ങൾക്കിപ്പോൾ ഒരു സ്കൂളിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ നിന്ന് മറ്റൊരു സ്കൂളിലേക്കോ, സെയിം സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ, മറ്റൊരു സ്കൂളിലെ മറ്റൊരു കോഴ്സിലേക്കോ, അല്ലെങ്കിൽ മറ്റൊരു ജില്ലയിലെ സ്കൂളിലേക്ക് നിങ്ങൾ ട്രാൻസ്ഫറിനായിട്ട് ഓപ്ഷൻ വെക്കുകയും എന്നാൽ ട്രാൻസ്ഫർ കിട്ടുകയും ചെയ്യുകയാണെങ്കിൽ ആദ്യം കിട്ടിയ സീറ്റ് ഇവിടെ നഷ്ടപ്പെടും. പിന്നീട് പുതുതായിട്ട് കിട്ടിയ ആ ഒരു സീറ്റിലേക്ക് പോകുന്നതാണ്. എന്നാൽ നിങ്ങൾക്ക് എവിടെയും ട്രാൻസ്ഫർ കിട്ടിയിട്ടില്ല എങ്കിൽ നിലവിലെ സീറ്റിൽ തുടരാനും സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് നാളെ വരെയാണ് ഈ ഒരു ട്രാൻസ്ഫറിനായിട്ടുള്ള അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.